ആൻ ലൂതർ ബാഗ്ബി. 1859 മാർച്ച് 20 ജനനം, 1942 ഡിസംബർ 22 മരണം. ഭർത്താവ് വില്യം ബാഗ്ബി. ആൻ ലൂതർ ബാഗ്ബി ബ്രസീലിൽ സേവനമനുഷ്ഠിച്ച ഒരു അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷണറി ആയിരുന്നു. ടെക്സസ് ബാപ്റ്റിസ്റ്റുകളിൽ നിന്ന് ഒരു വിദേശ മിഷണറിയായി തീർന്ന ആദ്യത്തെ വനിതയായിരുന്നു ആൻ ലൂതർ ബാഗ്ബി. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച അവർ 11ാമത്തെ വയസ്സിൽ സ്നാനമേൽക്കുകയും 19ാം വയസ്സിൽ ഒരു മിഷണറി ആകാനുള്ള വിളി തനിക്കുണ്ടെന്ന് ബാഗ്ബിക്ക് ബോധ്യമാവുകയും ചെയ്തു. അവർക്ക് മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യാൻ അതിയായ താൽപ്പര്യമുണ്ടായിരുന്നു. 1879 മേരി ഹാർഡിൻ ബെയ്ലർ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ ബാഗ്ബി അധ്യാപികയായി തീർന്നു. ഒരു മിഷൻ കോൺഫറൻസിൽ അവൾ തൻ്റെ ഭർത്താവ് വില്യം ബാഗ്ബിയെ കണ്ടെത്തി. 1880 അവളും വില്യം ബേക്കും വിവാഹിതരായി. 1880 ടെക്സാസിലെ ആദ്യത്തെ വിമൻസ് മിഷണറി യൂണിയൻ സംഘടിപ്പിക്കാൻ ആനി ബാഗ്ബി സഹായിച്ചു. അതേ വർഷം തന്നെ ദമ്പതികൾ ബ്രസീലിലെ വിദേശ മിഷൻ ബോർഡിനു വേണ്ടി മിഷണറിമാരായി സേവനമനുഷ്ഠിക്കുവാൻ തുടങ്ങി. പുതിയ തെക്കൻ പ്രഭുവർഗം ആരംഭിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുൻ കോൺഫെഡറേറ്റുകൾ സ്ഥാപിച്ച ഒരു സെറ്റിൽമെൻ്റായ സാന്താ ബാർബറയുടെ ബ്രസീലിലെ കോളനിയിൽ ബാഗ്ബികൾ പ്രസംഗിക്കാൻ തുടങ്ങി. സാന്താ ബാർബറയിലെ പ്രശ്നങ്ങൾ സാൽവഡോർ ബാഹിയയിലേക്ക് ദൗത്യം മാറ്റാൻ ബാഗ്ബികളെ പ്രേരിപ്പിച്ചു. കത്തോലിക്ക സഭയുടെ വ്യാപനം കൂടുതലുള്ള ബഹിയയിലാണ് മിഷണറി ദമ്പതികൾ താമസമാക്കിയത്. 1881 അവർ റിയോ ഡി ജനീറോയിലേക്ക് വന്നു ചേർന്നു. 1882 അവളും അവളുടെ ഭർത്താവും ചില പങ്കാളികളും ചേർന്ന് ബ്രസീലുകാർക്കായി സാൽവഡോർ ബഹിയയിൽ ആദ്യത്തെ ബാപ്റ്റിസ്റ്റ് പള്ളി സ്ഥാപിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം അവർ റിയോ ഡി ജനീറോയിൽ മറ്റൊരു സഭ സ്ഥാപിച്ചു. അവർ സാൽവഡോർ ബഹിയയിൽ താമസിച്ചിരുന്ന സമയത്ത് വില്യം ബാഗ്ബി ഒരു സ്നാന ചടങ്ങിനിടെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ആനി ബാഗ്ബി അതറിഞ്ഞപ്പോൾ അവനോടൊപ്പം തന്നെ തടവിലാക്കണമെന്ന് അവൾ നിർബന്ധിച്ചു. ഒടുവിൽ ഇരുവരെയും മോചിപ്പിച്ചു. 1901 ബാഗ്ബി സാവോ പോളോയിലേക്ക് നീങ്ങി. അവിടെ ആനി ബാഗ്ബി പെൺകുട്ടികൾക്കായി ഒരു പ്രധാന സ്കൂൾ സ്ഥാപിച്ചു. അക്കാലത്ത് പുരുഷന്മാർക്ക് മാത്രമായിരുന്നു സ്കൂളുകൾ ഉണ്ടായിരുന്നത്. ഒരു സ്കൂൾ ആരംഭിക്കുന്നത് പ്രസംഗ ശുശ്രൂഷയിൽ ഗണ്യമായ സ്വാധീനം നൽകുമെന്ന് ബാഗ്ബിക്ക് ബോധ്യമായി. ആ പ്രദേശത്ത് അവർക്ക് കത്തോലിക്കരുടെ കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നു. അവർ നടത്തിയ യോഗങ്ങളിൽ ആരും പങ്കെടുത്തില്ല. ആളുകളെ ആകർഷിക്കുന്നതിനായി അവർ ആദ്യം സംഗീതോപകരണങ്ങൾ വായിച്ചു. പിന്നീട് ദൈവിക സത്യങ്ങൾ വളരെ സ്പഷ്ടമായി പഠിപ്പിക്കുവാൻ തുടങ്ങി. ക്രമേണ ആളുകൾ അത്ഭുതകരമായി കർത്താവിലേക്ക് അടുക്കുവാൻ ആരംഭിച്ചു. പ്രാദേശിക പുരോഹിതന്മാരുടെ കടുത്ത ഉപദ്രവങ്ങൾക്കിടയിലും അവർ അവിടെ വിശ്വസ്തയോടെ ശുശ്രൂഷ തുടർന്നു. ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണം കൂടുന്നതിനനുസരിച്ച് ശുശ്രൂഷകൾ വിശാലമാകുവാൻ തുടങ്ങി. 1901 മിഷണറി ദമ്പതികൾ സാവോ പോളോയിലേക്ക് താമസം മാറ്റി. അവിടെ അവർ ക്രിസ്ത്യൻ സഭകളും സ്കൂളുകളും സ്ഥാപിക്കുകയും ദൈവരാജ്യം അതിവിശാലമായി അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു. ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ബുദ്ധിയുള്ള സ്ത്രീയുടെ ഉത്തമ ഉദാഹരണമാണ് ആൻ ബാഗ്ബി. ദൈവഭയത്തിൽ മക്കളെ വളർത്തുകയും കുടുംബ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും അതിനു പുറമെ ശുശ്രൂഷയിൽ തൻ്റെ ഭർത്താവിനെ സഹായിക്കുകയും ചെയ്യുവാൻ ബാഗ്ബിക്ക് സാധിച്ചു. ബ്രസീലിലെ ഏറ്റവും വലിയ വിദ്യാലയം അവർ സ്ഥാപിച്ച് നടത്തുകയും ചെയ്തു. കൂടാതെ അധ്യാപകരെ പരിശീലിപ്പിക്കുകയും വനിതാ മിഷണറി യോഗങ്ങളിൽ സജീവ പ്രഭാഷകയുമായിരുന്നു ആനി ബാഗ്ബി. സുവിശേഷ വിരോധികളിൽ നിന്നുള്ള കഠിനമായ ഉപദ്രവവും ഒടുവിൽ തൻ്റെ 2 മക്കളുടെ നഷ്ടവും താൻ സഹിക്കേണ്ടി വന്നു. എന്നിട്ടും അവൾ പരാതിപ്പെടാതെ വിശ്വസ്തയോടെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യത്തിൽ അവനെ സേവിക്കുവാൻ അവൾക്ക് കഴിഞ്ഞു. ഒടുവിലായി ബാഗ്ബിയുടെ ഭർത്താവ് 1939 ന്യൂമോണിയ ബാധിച്ച് മരണപ്പെടുവാൻ ഇടയായിത്തീർന്നു. 1942 ഡിസംബർ മാസം 22-ാം തീയതി ബ്രസീലിൽ വെച്ച് താനും തന്നെ കർത്താവ് ഏൽപ്പിച്ച വേലകൾ വിശ്വസ്തയോടെ നിവർത്തിച്ച ശേഷം തൻ്റെ യജമാനനിൽ പ്രത്യാശ വെച്ച് മരണത്തിന് കീഴടങ്ങുവാനിടയായിത്തീർന്നു. മൊത്തത്തിൽ ബാഗ്ബി 61 വർഷം മിഷണറിയായി പ്രവർത്തിച്ചു. അവളുടെ 9 മക്കളിൽ 6 പേരും മിഷണറിമാരായിത്തീർന്നു. ആനിൻ്റെ മരണത്തിന് ശേഷം ഫോറിൻ മിഷൻ ബോർഡിന് നൽകിയ ഒരു റിപ്പോർട്ട് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. ആ 2 വിശ്വസ്തരായ വിശ്വാസികളുടെ സാക്ഷ്യം 70,000 സാക്ഷികളായി വർദ്ധിച്ചിരിക്കുന്നു. 62 വർഷം മുമ്പ് ഒന്നുമില്ലാതിരുന്നിടത്തിപ്പോൾ 780 ബാപ്റ്റിസ്റ്റ് പള്ളികൾ നിലകൊള്ളുന്നു.
ഒരു മിഷണറി ദമ്പതികൾക്ക് പകരം ഇപ്പോൾ 102 മിഷണറിമാരാണുള്ളത്. ഒരു ബാപ്റ്റിസ്റ്റ് ശുശ്രൂഷകനിൽ നിന്ന് 383 ശുശ്രൂഷകന്മാരായി അതിൻ്റെ എണ്ണം വർദ്ധിച്ച് പെരുകിയിരിക്കുന്നു. കർത്താവ് ഏൽപ്പിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ മരണപര്യന്തം ചെയ്യുവാൻ നമ്മെയും കർത്താവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്കും കർത്താവിനായി അവൻ്റെ വലിയ വേലയ്ക്കായി നിലകൊള്ളാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആനി ലൂതർ ബാഗ്ബിയുടെ ജീവിതം നിങ്ങൾക്ക് പ്രചോദനകരമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കർത്താവിൻ്റെ വേലയിൽ നിങ്ങളും പങ്കാളിയായി തീരുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.